ഞാനിപ്പോ എന്തോ ചെയ്യാനും ഒരു കുച്ചി വന്ന് കയറിയാലേ പോത്തില്ല. എന്തെങ്കിലും വിദ്യ നോക്കണം ഇന്ന്, വിട്ടാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചാപ്പാടൊന്നും കഴിക്കാനില്ല. അങ്ങനത്തെ വേണ്ടിയത് ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളിവിടെ അങ്ങോട്ട് പോയോട്ടെ ഒരു കുടിശ്ശേ ഉണ്ടായിരുന്നു. ഇപ്പം വേണ്ട ഒരു കുടിശ്ശൂടെ വന്നു കൊള്ളാമല്ലോ ഈ പാർട്ടിയെ. അജീവില്ലല്ലോ. എന്റെ പേര് സക്കായി, സുമി സക്കായി എന്ന് വിളിക്കും. സുമി സക്കായി. ഞാൻ ഈ മാസികയുടെ ഞങ്ങളുടെ മാസിക കണ്ടിട്ടുണ്ടോ? സംഹാരദൂതൻ മാസികയുടെ പ്രതിനിധിയാണ്. അച്ഛാ ഇത് വായിക്കണം. ഇതിനകത്തിലെ സാർ ഇന്നത്തെ വിശ്വാസങ്ങൾക്ക് പറ്റിയ സർവ്വതുണ്ട്. ഫലിത ബന്ധുക്കളുണ്ട്, പാചകവിധികളുണ്ട്, ഡോക്ടറോട് ചോദിക്കാനുണ്ട്. ഇന്നത്തെ വിശ്വാസങ്ങളെ പറ്റി എല്ലാ അഭ്യൂഹങ്ങളും ചേർന്ന് നല്ലൊരു മാസിക. അതെ, ഇതൊക്കെ ചോദിക്കട്ടെ. ഈ ഏത് റീജിയനിലാ സഹോദരൻ? റീജിയൻ എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ്. ഞാൻ ഇവിടെ വരുമ്പോ നോർത്ത്, ഇവിടെ വരുമ്പോ നോർത്ത്, അവിടെ നാട്ടിൽ ചെല്ലുമ്പോ വെസ്റ്റ്. അതെ, കാര്യം പറഞ്ഞാൽ വെരി ഗുഡ്. ഞാൻ ഈ IRS-ലായിരുന്നു. അവിടുന്ന് റിട്ടയർ ഒക്കെ ആകുന്ന സമയത്ത് കർത്താവ് ഞങ്ങളുടെ വഴിയെ ഞാൻ അത്തിയേക്കും. പുള്ളി കടിച്ചു. പുള്ളി ഒരു സത്തായിയെ ഇറങ്ങിയോ, ഞാൻ വരും, ഞാൻ പിടിച്ച പിടിയാലെ ഇറക്കിയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് കർത്താവിന്റെ ഭാഗത്തേക്ക് ഞാൻ വന്നത്. ഡോക്ടർ അനന്യാസ് 2 ഡോക്ടറേറ്റ് ഉള്ളത്. ഭാര്യ സപ്പീറ, RN, BSN, MSN. ഇവിടുത്തെ 2 ഹോസ്പിറ്റലുകളിൽ 16 മണിക്കൂർ കർത്താവിന്റെ വേലയും ആറിനായിട്ട്. വല്ലപ്പോഴും ഒക്കെ നഴ്സിംഗ് ഹോമിൽ പോയി പെർഡിയമായിട്ട് 7 ചെയ്യും. നമ്മുടെ അനന്യാസ് വീട് തന്നെയല്ലേ ഞാൻ ഈ എന്നാണ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തത്? എന്റെ സഹോദരൻ, ഞാൻ ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ഡോക്ടർ അല്ല. ഞാൻ ഈ വേദപുസ്തകത്തിലെ ഒരു ഡോക്ടർ. ചുമ്മാടോ? അതെ, ഞാൻ എന്ത് നിർബന്ധിച്ചിട്ടാണെന്ന് അറിയാമോ ഈ അച്ഛനൊരു ഡോക്ടർ ആയത്? വീട്ടിലിരുന്ന് ബേബി സെറ്റ് ചെയ്തല്ലായിരുന്നു. 4-5 വർഷം അങ്ങനെ അങ്ങ് കളഞ്ഞു. അതെന്തോ വേറെ പണിയൊന്നും കിട്ടത്തില്ലായിരുന്നു? അതെ, അച്ഛൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയ്ക്ക് മുട്ടപ്പനി വന്നു. ഇപ്പൊ അത് ചിക്കൻ കുനിയാന്ന് അങ്ങാണ്ടാ പറയുന്നത്. അപ്പോഴേ അമ്മച്ചി നേർന്നതാ എന്റെ 4ാം തലമുറയുടെ ഒരു പൈതലിനെ ദൈവവേലക്കായിട്ട് അങ്ങ് നേർന്നു. അതെ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും ഹസ്ബൻഡ്സ് ഡോക്ടേഴ്സാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, ഹസൻ എന്തുവാ ജോലി? ഞാൻ എന്റെ തൊലി അങ്ങ് ചുളുങ്ങിപ്പോ. ഞാൻ പറഞ്ഞതാ, നീ ഇവിടെ വന്ന് നിൽക്കരുത്, പോയി ചായ ഇടാൻ ഞാൻ പറഞ്ഞതാ. ഞാൻ വന്ന കാര്യം തിടുക്കത്തിലൊക്കെ പറയാം. ഞാൻ ഈ മാസിക്ക് വേണ്ടി 1-2 ബ്രദറിന്റെ സാക്ഷ്യം ആദ്യം ഒന്ന് പറയാം. അത് കഴിഞ്ഞ് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. സാക്ഷ്യം ആദ്യമായിട്ടൊന്ന് പറഞ്ഞാൽ, ഈ 10-30 വർഷം മുമ്പ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഈ സകലതും ലാഭമായിരുന്നതെല്ലാം ഖേദമായിട്ട് കൈവപ്പും മേടിച്ചിട്ടാണ് എണ്ണയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കിട്ടിയോ? നാട്ടുകാര് കൈവെക്കാതെ വിട്ടെന്ന് പറഞ്ഞാ മതി. ഇതെന്നാ ലേഖന ക്ലാസ്സിൽ പോയിട്ടുണ്ടോന്ന് ചോദിക്കേ. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ ആകാംക്ഷയുണ്ട്. പറഞ്ഞേ ദോഷം പറയുന്നു. ഞാൻ 3 മാസം ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടു. ഈ 3 മാസം ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഞങ്ങൾ പഠിച്ചെന്തോന്നറിയാം? ഏത് പുസ്തകമൊന്നും അല്ലേ, ഞങ്ങളോട് പോയി പഠിച്ച റബ്ബർ വെട്ടാനും അവിടെ പശുവിനെ കളക്കാനൊക്കെ. കൈത്തൊഴിൽ വശമായി അത് തിരക്കിടില്ലായിരുന്നു. നല്ല കാര്യമാണ്. കൈത്തൊഴിൽ കിട്ടിയ ഈ ഡോക്ടറേറ്റ് എങ്ങനെയാണ്? ഏത് വിഷയത്തിലായിരുന്നു? നമ്മുടെ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തില് പത്രോസിന്റെ അമ്മയ്ക്ക് ജ്വരമായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിലുള്ളത് വെളിപ്പാട് പുസ്തകത്തിന് അല്ല, പത്രോസിന്റെ അമ്മയ്ക്ക് ജ്വരമായിരുന്നു എന്ന് സ്ഥാപിച്ചെഴുതിയതിനാണ്. അല്ല, പനിയല്ലായിരുന്നു, ജ്വരമായിരുന്നു എന്ന് എഴുതിയതിനാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഡോക്ടറേറ്റോ? അതോ, അത് രണ്ടാമത്തേത് പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് ജ്വരമല്ലായിരുന്നു, പനിയല്ലായിരുന്നു, ജ്വരമായിരുന്നു. ഒന്നാമത്തേത് വെറും പനിയല്ലായിരുന്നു, ജ്വരമായിരുന്നെന്നും രണ്ടാമത്തേത് ജ്വരമല്ല, വെറും സാധാ പനിയാണ്. അത് ഞാൻ എഴുതി കൊടുത്തല്ലോ. പിന്നെ
ഇവിടെ ഞാൻ കുറച്ചു നേരം കൊണ്ട് പറയുന്നു ആണുങ്ങൾ സംസാരിക്കുക. അതിനാണ് പൗലോസ് അല്ലെ പൗലോസ് ആയിട്ട് ആരാ പറഞ്ഞ പത്രോസ് ആരാ പറഞ്ഞു യോഹന്നാൻ ആരോട് പറഞ്ഞു ദാവീദ് പറഞ്ഞു സ്ത്രീകളുടെ സഭയിൽ ഉണ്ടാതിരിക്കട്ടെ അല്ലേ? സ്ത്രീകളുടെ സഭയിൽ വന്നിരിക്കണം ദാവീദില്ലയോ? അതുകൊണ്ട് കാര്യം ചെയ്യും, നീ ഇവിടെ നിന്ന് ശരിയാകത്തിൽ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കൊണ്ട് ഇന്റർനെറ്റ് വല്ലതും കൊടുക്കും, പിന്നെ ആൾക്കാർ വായിക്കും, എന്നെ വിളിക്കും. അതുകൊണ്ട് കാര്യം ചെയ്യും, നീ അകത്ത് പോയി ചായ എടുക്കുക. കുറച്ചേരോട് ഞാൻ പറഞ്ഞു പോയി ചായ എടുക്കാൻ കേൾക്കത്തില്ല. ഉള്ള കാര്യം പറയുമ്പോ അച്ഛൻ ദേഷ്യപ്പെടുന്നത്. ഞാൻ എന്റെ പാട്ടിട്ട് പോവാം. അതെ 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 ഞാൻ ഉള്ള കാര്യം പറയാം. ഈ ഞങ്ങളും പത്രോസ് ഈ ആദ്യ കാലത്ത് ആൾക്കാരൊക്കെ ഉണ്ടായി ആൾക്കാർ മാനസാന്തരപ്പെട്ട് വന്നപ്പോൾ ഇവരെന്തോ ചെയ്തറിയാം, ഈ ഉണ്ടായിരുന്ന ഭൂമിയും വീടും എല്ലാം കണ്ട് വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ പത്രോസിന്റെ പക്ഷെ നല്ല കാര്യമാണ്. അതിന് ഞാനത് നമുക്ക് വിടാൻ പറ്റുമോ? കാശിന്റെ കാര്യമില്ല. ഞാൻ അവിടെ ചെന്ന് പത്രോസിനോട് പറഞ്ഞു, ഇത് ആൾക്കാർ കാശ് കൊണ്ട് തരുന്നതാ, ഇതിനൊക്കെ രസീത് വേണം, ചുമ്മാ നടക്കരുത്. പിന്നെ ഞങ്ങളെന്തോ ചെയ്തെന്ന് ചോദിച്ചാല് ഞങ്ങളും വസ്തു വിറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് പത്രോസിന്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു. പത്രോസിന്റെ കയ്യിലോട്ട് കൊടുത്തന്നെ പത്രോസ് ചോദ്യം ചോദിക്കുക. പത്രോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇത്രയ്ക്കോ നിലം വിറ്റത് പറ, എന്നോട് ചോദിക്കുക. എന്നോട് ഞാൻ പറഞ്ഞു അത് ബ്രദർ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വിൽക്കും, ഞാൻ വാങ്ങിക്കും, ഞാൻ തന്നത് അങ്ങോട്ട് വരവെക്കുക, രസീത് ഇങ്ങോട്ട് തരിക. നിർബന്ധമാണ് രസീത്. ഇപ്പം അടിക്കും അറിയണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇവിടെ ആവശ്യമില്ലാതെ കാശ് വന്നിട്ടുണ്ട്, ഇതെല്ലാം കണക്കൂടെ എനിക്ക് കാണണം എന്ന് ഞാൻ പറഞ്ഞു. ഇതായിരുന്നു ഞങ്ങളുടെ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞ് തന്നെ പുള്ളി എന്നെ തട്ടിക്കളയും, എന്നെ ഊതിക്കളയും, വീഴ്ത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ശരിയാ, എനിക്ക് അല്പം നേരമുണ്ട്, ഞാൻ ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം ഈ ആസിയയുടെ വായനക്കാർക്ക് വേണ്ടി. ഒന്നാമത്തെ ചോദ്യം, ഈ സഭ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലേ? അതെ, സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ ഇല്ല? എന്റെ സഹോദര, ഇത് ഇത്രയും വേദോസമായിട്ട് അറിയത്തില്ലയോ? സഭ, എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോയാലും ഇല്ലെങ്കിൽ യഹോവദ്രവത്തിൽ കൂടെ കടന്നു പോകലെന്നുള്ള ഒറ്റ കാര്യം. അടുത്ത ഒരു ചോദ്യം, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇവിടെ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. എനിക്ക് വേറെ 1-2 പേരെ കൂടെ ചോദിക്കാനുണ്ട്. കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ 2 പേര് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാളെ തള്ളും. അതുപോലെ 2 പേര് ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇതിന്റെ പോരുളം വേദോസത്തിൽ തന്നെയുള്ള കാര്യമാണ്. ഈ പണ്ട് ഇത് എഴുതിയപ്പോഴേ ഈ അരകല്ല്, തിരികല്ല്, ആട്ടുകല്ല്, ഇടികല്ല്, കല്ലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കല്ലുകളൊന്നും ഇല്ല. ഇപ്പൊ ഉള്ളത് എന്തുവാ? ബിസ്കി. നമ്മളതിനെ പറ്റി ഭാരപ്പെടുകയുണ്ട്. നമുക്ക് ബിസ്കി ഉള്ളത്തോളം കിടക്കേ കിടക്കുന്നില്ല. അത് പറ. ഈ 2 പേര് കിടക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പം. 2 പേര് കിടക്കുന്നുണ്ടാണ് ഒരാൾ എടുക്കുന്ന ഒരാൾ പോകുന്നത്. എന്റെ സാറേ, ഇത് ഒരുമിച്ച്, എന്റെ മാസ്റ്റർ, ഇത് ഒരുമിച്ച് കിടന്നിട്ട് വേണ്ടായ ഒരുമിച്ച് കഴിയാണ്. ഒരാള് നൈറ്റ് ഡ്യൂട്ടി, ഒരാള് അല്ലാതുള്ള ഡ്യൂട്ടി. അഥവാ ഇവർ 2 പേരും കൂടെ ഒരുമിച്ച് വന്നാൽ ഒരാൾ ബേസിന്റെ കിടക്കും, ഒരാൾ ബേസ് കേളി കിടക്കും. അന്നേരം ഇവരെ കള്ളപ്പെടുത്തുന്നുള്ള പ്രശ്നമേ വരുന്നില്ല. നമുക്കിത് ബാധകമേ അല്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറേറ്റിനോട് ശ്രമിക്കണം. അടുത്തതിന് ഞാൻ അത് ഇതൊന്ന് ട്രൈ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാന് തൽക്കാലം അങ്ങോട്ട് പിരിയാൻ പോവുകയാണ്. വളരെ നല്ല ഗഹനമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനിടയായത്. വളരെ നന്ദിയുണ്ട്. അടുത്ത ലക്കത്തിൽ ഇത് ഞങ്ങൾ അത് മറക്കരുത്. നമ്മളിവിടുന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഇത് കാര്യമായിട്ട് ഇത് ഇതിന്റെ അകത്ത് എന്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. എന്റെ ഭാര്യയുടെ പിള്ളേരുടെയും കൂടെയുള്ള ഫോട്ടോ ഇരിപ്പുണ്ട്. ഇത് കൊടുക്കണം, മറക്കരുത്. ഇത് കാര്യമായിട്ട് ആൾക്കാർ വായിക്കുന്ന മാസികയാണ് നിങ്ങൾ പറഞ്ഞത് കൊണ്ടിരിക്കുന്ന വിശ്വാസമാണ്. അറ്റ്ലീസ്റ്റ് ആൾക്കാർ ഇന്റർനെറ്റിൽ പോയെങ്കിലും വായിക്കുമല്ലോ. എന്റെ ഒരു അഭിമുഖം ഇത് കേട്ട സ്ഥിതിക്ക് നീ വിടണോ? ശരിയാ, ഞാൻ അങ്ങോട്ട്